ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ലോഗ് ആയാലോ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നൈസ് പത്തിരി ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് വേവിച്ച് കുഴച്ചെടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഞാൻ അങ്ങനെയല്ല പത്തിരി ഉണ്ടാക്കാറ്. ഞാൻ എൻ്റെതായ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ തിളച്ച വെള്ളം ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് നൈസ് പത്തിരി ഉണ്ടാക്കുന്നത് എന്ന മെത്തേഡ് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ എപ്പോഴും നൈസിൻ്റെ ബ്രാൻഡാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ എനിക്ക് ആവശ്യമായ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് എടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യാനുസരണം വെള്ളം കുറച്ചായി ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. കൂടുതലായാൽ പത്തിരി പൊങ്ങില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പത്തിരിക്ക് വേണ്ട മാവിൻ്റെ പാകം. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഉരുട്ടുമ്പോൾ പൊടിഞ്ഞു പോകും. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഒട്ടലുണ്ടാകും. ഇതേപോലെ ഉരുട്ടി നോക്കാം പാകമായോ എന്നറിയാൻ. ഇനി ഈ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് ചുട്ടെടുക്കാം. ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ 2 പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ഇനി ഉരുട്ടിയ ഉരുള ഇതിന് മുകളിൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ 3-4 എണ്ണ ഇടാൻ പറ്റുന്ന തവയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഓരോന്നും പ്രസ് ചെയ്തെടുത്ത് ചുട്ടെടുക്കാം. ഇതേപോലെ പൊടി വേവിക്കാണ്ട് പച്ചവെള്ളത്തിൽ കുഴച്ച് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പത്തിരി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.